പറയാൻ പറ്റില്ല, ആദ്യമായിട്ടാ മുണ്ടാനെ. റിബു എന്താ പറയാനല്ലേ ബർത്ത്ഡേ പോയി? സ്പെഷ്യൽ അല്ലേ? ഇപ്പൊ സർപ്രൈസ് ആയിട്ടല്ലേ കൊണ്ടെത്തുന്നത്? അക്കറിയില്ല പേടിയില്ലായിരുന്നു. ഓനിക്കെന്താ അറിയില്ലേ ഓന്റെ ബർത്ത്ഡേ അല്ലേ? പിന്നെ നമ്മളെല്ലാം ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുമല്ലോ. ഇപ്പൊ കഴിക്കുന്നില്ല. ഇപ്പൊ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് പൊറോട്ടയും കേക്ക് മുറിച്ചു. ഇവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം പൊറോട്ട അൽഫാമാണ്. അതുകൊണ്ട് എപ്പോഴും അൽഫാമും പൊറോട്ടയാണ്. അതുകൊണ്ട് ബർത്ത്ഡേക്ക് ഞാൻ വിചാരിച്ചു പൊറോട്ട കൊണ്ട് കൊടുക്കാൻ. ഇവനൊറ്റക്ക് തിന്നാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് നമുക്ക് എത്ര എടുത്തിന്? 3 എണ്ണ? 2 ഞാൻ ആനല്ല. നീ ആദ്യം എടുക്കും. വീഡിയോയിലായോണ്ട് 2 വേറെ സർപ്രൈസ് ഒന്നും കൊടുക്കാനുള്ള ഒരു ഇതായിട്ടില്ല അല്ലെ? നമ്മളൊന്നും കൊടുക്കാൻ തന്നെ വിചാരിച്ചു. പക്ഷെ നമുക്ക് അതിന് മാത്രമുള്ള കപ്പാസിറ്റി ഇവർക്ക് സൈക്കിൾ കൊടുക്കാൻ പറ്റില്ല, റോഡുമ്പിലേക്ക് പോകും. ബൈക്ക് കൊടുക്കാൻ പറ്റില്ല, റോഡുമ്പിലേക്ക് പോകും. പിന്നെ കൊടുക്കാൻ പറ്റുന്നതാണ് ഇതാ അൽഫാം. തിന്നുന്ന കാര്യത്തില് തീറ്റിന്റെ കാര്യത്തില് ഭയങ്കര അപ്പൊ പിന്നെ ഇതെല്ലാം കൊടുക്കുന്നതന്നെ നല്ലേ. തീറ്റി ഭയങ്കര ഓർക്ക് എന്ത് ഇല്ലെങ്കിലും തീറ്റി ഭയങ്കര ഇമ്പോർട്ടന്റ്. തീറ്റി ഇല്ലാണ്ട് വേറെ ഒന്നും പറ്റില്ല. ഭക്ഷണപ്രിയനല്ലേ? ഒരു ഫുഡി അറിയാം. ഇനി മലാലിന്റെ ബർത്ത്ഡേക്ക് എന്നാ ആക്കുവാണ്? മലാലിന്റെ ഒക്ടോബർ ആണ്, അടുത്ത മാസം. മലാല പറ, മലാൾക്ക് ഇഷ്ടപ്പെട്ട മലാൾക്ക് മലാല പറ. ഓർമ്മിക്കട്ടെ, ഓർത്തിട്ട് പറഞ്ഞാൽ മതി. വീഡിയോയിൽ പറയാൻ പറ്റില്ല. മലാല ഉമ്മ എന്തെങ്കിലും പറ. ഉമ്മ ഒരിക്കലും വീഡിയോയിലൊന്നും പറയും. ഉമ്മ എന്നാ പറയാ മന്തിയാക്കാം. ഉമ്മ ഭക്ഷണത്തിന്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് നമ്മളെ പിന്നെ മെയിലല്ലേ ഉണ്ടാവും. എടുത്ത് കഴിയാൻ നോക്കുമ്പോഴത്തെ കണ്ട പൊറോട്ടയല്ല, കുറച്ച് കഴിഞ്ഞാൽ കിട്ടൂല. ഹലോ ഗൈസ്, ബർത്ത്ഡേ എന്നൊന്നും പറഞ്ഞ കാര്യമില്ല. തീർക്കണ്ട നമ്മൾ തീർക്കും, പിന്നെ കിട്ടൂല. ഉപ്പാക്ക് സ്നേഹമുണ്ട് നമ്മളോട്. ബർത്ത്ഡേ പോയിക്കാൻ ഏറ്റവും കൂടുതൽ എല്ലാം കാലിയാക്കി, എത്ര പെട്ടെന്ന് കാലിയാക്കി. നിനക്ക് അങ്ങനെ റിഫയും തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. കുരുമുളക്, പിന്നെ അത് അൽഫാമിന്റെ പല മോഡലാണ് വാങ്ങിയ. 4 മോഡൽ വാങ്ങി. 4 മോഡൽ വാങ്ങി. 4 മോഡൽ. ഓരോ ഇതും വേറെ വേറെ ടൈപ്സ് ആണ്. എല്ലാത്തിലും നമ്മളെ ഓരോ ടേസ്റ്റ് മാറ്റമുള്ളത് എടുക്കണം അല്ലേ? മന്തി ടേസ്റ്റ് ഡിഫറെന്റാ. പിന്നെ റിബൂക്കൊരു സ്പെഷ്യൽ പരിഗണന കൊടുത്തിട്ട് നമ്മള് മൈദ പൊറോട്ടയോ 2 എണ്ണോ കുറച്ചധികം മന്തി. ഓന് പിന്നെ അങ്ങനെ ഓനെല്ലാം വലിയ പൈസ നോക്കിട്ടേ വാങ്ങുള്ളൂ. നല്ല മോനാണ്. പക്ഷെ പിന്നെ എന്താ പറയാ, നമ്മളെ വീട്ടിലെ രാത്രിയുടെ വിശേഷങ്ങളാണ് ഇപ്പൊ പങ്കുവെക്കുന്നത്. തീറ്റ വിശേഷം. ഈ തീറ്റ വിശേഷത്തോടെ
റിബുവിന്റെ ബർത്ത്ഡേയും അങ്ങ് അവസാനിക്കുന്നു അല്ലേ? ഓരോ ദിവസവും ഓരോ ഓരോ ദിവസവും ഓരോ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വരും. നിങ്ങൾ നമ്മളെ സഹിക്കുക, കുറച്ച് സഹിക്കുക, എല്ലാം കുറച്ച് കുറച്ചിട്ടാ. കൂടുതൽ പിന്നെ എന്താ പറയാ, എല്ലാ ദിവസവും മുഹമ്മദ് വളവര എന്ന് യൂട്യൂബ് ടൈപ്പ് ചെയ്ത് കേറാനുള്ള ടൈപ്പ് ചെയ്ത് കാണാനുള്ള ശ്രമം നടത്തുക അല്ലെ? കാണാനുള്ള ശ്രമം നടത്തുക. എല്ലാരെ പോലും അല്ല, നമ്മൾ കുറച്ച് ലാഗ് അടിപ്പിക്കുന്നത് നമുക്കെന്നെ അറിയാം. കുറേ വീഡിയോയിൽ ഇനി മുതൽ ലാഗ് അടിപ്പിക്കാണ്ട് ശ്രദ്ധിക്കാം, ശ്രമിക്കാം. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരാകെ പിന്നെന്താ പറയാ അനുഗമിക്കുക, അല്ലെങ്കിൽ റീച്ച് കൂടുന്നതിന് വേണ്ടി എന്തെങ്കിലും കൂടുതൽ മറ്റുള്ളവർ മോശമെന്നല്ല പറയുന്നത്, അങ്ങനെ ഓവർ ആക്കാണ്ടെന്നോ മതിയല്ലേ? ഓവർ ഇത് ആക്കിയിട്ടുള്ള പരിപാടി എന്തായാലും ഉണ്ടാവില്ല. നമ്മളെങ്ങനെയാണെന്നോ അതുപോലെയാണ് അല്ല വീഡിയോയിൽ നമ്മൾ കാണിക്കുക. ഒരു ഓവർ ഞാൻ ഇപ്പം കാണിച്ചു തരാം. എന്നാ വാങ്ങുവാന്നറിയില്ല. ഇത് ഓവറത്തല്ലേ, ഞാൻ വെറുതെ പറഞ്ഞതാ. ഞാൻ ഇത് ആട്ടപ്പൊറോട്ടയാണ്. ഇബു ആട്ടപ്പൊറോട്ടന്റെ ടേസ്റ്റ് പറ. ഞാൻ തന്നത് എല്ലാം നല്ലതാണ്. ഏതാ ഇഷ്ടപ്പെട്ട? മെയ്തയാ ആട്ടപ്പൊറോട്ട ഇഷ്ടപ്പെട്ടെ? ആട്ടപ്പൊറോട്ട, മെയ്ത പൊറോട്ട. മെയ്ത പൊറോട്ടേനെ ഇഷ്ടം. റിഫ എന്നും തിന്നിട്ടില്ല അല്ലേ? ഞാൻ ഇതാ വീഡിയോ എടുത്തോണ്ട് തിന്നല, അതാണ് എന്റെ പരിപാടി. അന്നെ ആരും കാണ്ട തിന്നുന്നത്. മുറിച്ചിട്ട് കൊടുക്കാൻ പറ്റും, മുറിച്ചിട്ട്. മലാല പിന്നെ സ്പീഡാണേ, സ്പീഡിൽ തിന്നോളൂ. അപ്പൊ അങ്ങനെയാണ് സംഭവങ്ങൾ ഉള്ളത്. പിന്നെ നിങ്ങൾ നമ്മളോട് അല്ലേ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അതിലൂടെ സ്നേഹം കാണിക്കല്ലേ? ആ ലൈക്കെല്ലാം കിട്ടിയ നമ്മളോട് സ്നേഹം ഉണ്ട് അങ്ങനെ വിചാരിക്കും. ലൈക്കെല്ലാം കൂടുതൽ കിട്ടിയാല് കമന്റും വന്നോട്ടെ, കമന്റും വന്നോട്ടെ. അല്ല എന്തായാലും നമ്മളിങ്ങനെ യൂട്യൂബെല്ലാം എടുക്കുന്നുണ്ട്, അപ്പൊ കുറച്ചും കൂടി നമുക്ക് എടുക്കാനുള്ള ഒരു പ്രോത്സാഹനമാണ്. നമ്മളെ ഓഡിയൻസ് എന്തെല്ലാം മാറ്റം വരുത്തണ്ടേ നിങ്ങൾ പറയാം. അത് ഒന്ന് കമന്റിൽ ഒന്ന് പറഞ്ഞേക്കട്ടാ. മാറ്റം വരുത്തേണ്ടത് നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എടുക്കലേ ഉണ്ടാവില്ല, കാരണം എല്ലാം മാറ്റം വരുത്താൻ നിങ്ങൾ പറഞ്ഞു. ഇപ്പൊ അടുത്ത ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞാല് പോകുന്ന വഴിക്കെല്ലാം ഹോട്ടലാണ്. ഹോട്ടൽ ഉള്ളോണ്ട് ഇവിടുന്ന് വാങ്ങാം. ഹോട്ടൽ എന്ന് പറഞ്ഞാല് പണ്ട് എന്ന് പറഞ്ഞാല് ഒരു 8 മണിക്ക് ഹോട്ടൽ എല്ലാവരും പൂട്ടിയിട്ടുണ്ടാവുക. ഇപ്പം കാലഘട്ടം മാറിയാലും 8 മണിക്ക് ഹോട്ടല് എത്ര 12 മണിക്ക് മട്ടന്ന് വരുന്ന സമയത്ത് സത്യത്തില് എണ്ണിയാല് ഒരു 10-30 ഹോട്ടല് വളവരെ എത്തുമ്പോ 10-30 ഹോട്ടല്, അതും ഫുള്ള് തിരക്കാം. ഇതിന്റെ അപ്പുറം ഇരുട്ടീന് അങ്ങോട്ട് പോയി കഴിഞ്ഞാല് പറയണ്ട, കാലഘട്ടം മാറുന്നു. എന്നിട്ടും ഭക്ഷണം കിട്ടുന്നില്ല. കാലഘട്ടം മാറി സംഭവങ്ങള്. പിന്നെ മലാലാൻഡ് എല്ലാം ഇതാ മലാലാൻഡ് എല്ലാം കുറെ വണ്ണം വെച്ച് കഴിഞ്ഞാല് ഫുള്ള് കാലഘട്ടം ഫുള്ള് മലാലാൻഡേയും കുറച്ചും കൂടി കാലഘട്ടം കഴിഞ്ഞാല് മലാലിന്റെ കാലഘട്ടം തന്നെ കുറച്ച് വണ്ണം വെച്ചിട്ടുള്ള കാലഘട്ടം. മലാലിന്റെ മക്കളെല്ലാം ഉണ്ടാകുമ്പോ ഒരു ഏതെങ്കിലും ഒരു വീട്ടിൽ പോയി, ആ വീട്ടിൽ പോയിട്ട് ഇപ്പൊ ചായ വെക്കാം കേട്ടാ, നിങ്ങൾക്ക് എന്നാ വേണ്ട, ഇപ്പൊ വലിയ ചോറ് വെച്ചിട്ടോ, ഇപ്പൊ ചോറിന് അരി ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാല് അവരിങ്ങനെ മേലോട്ട് വെക്കാൻ വീട്ടിൽ നിന്ന് ചോറ് വെക്കാനാ, വീട്ടിൽ നിന്ന് ചായ വെക്കാൻ പൊന്നെ വീഡിയോ എടുത്ത ഓടലായിരിക്കും. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഇപ്പം വരാൻ വേണ്ടി. പക്ഷെ കച്ചവടത്തിന്റെ ഇനിയിപ്പോ ആരെങ്കിലും എന്താ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്റെ അഭിപ്രായത്തില് ഹോട്ടലൊന്നും തുടങ്ങി നിങ്ങള്. ഹോട്ടല് അത് വെറൈറ്റി ഇതല്ലേ, അതായത് ഹോട്ടലിന്റെ നേരെ ഇപ്പുറം തുടങ്ങിയാലും എന്തായാലും ചെലവുണ്ടാവും ഉറപ്പാണ്. മറ്റുള്ള ഡ്രസ്സും ഇപ്പൊ കൂടി വരുന്നു. ഒരു ദിവസം ഇട്ടത് പിറ്റേന്ന് ഇടുന്നില്ല, അങ്ങനെ ആയിപ്പോയി. എന്ത് കൂടിയാലും എന്ത് പുരോഗമിച്ചു കഴിഞ്ഞാലും സത്യത്തില് പിന്നെ പണ്ടുള്ള
ഒരിത് ഇപ്പൊ ഇല്ല. ഒരു ഇല്ല. ഒരു ദിവസം കിട്ടുന്നുണ്ട്. ഒരു എത്ര എന്തായാലും ആ ഒരു എൻജോയ്മെന്റ് ചെയ്യുന്ന ഒരു എന്താ പറയണ്ടേ, ഒരു കണ്ടത്തിട്ട് പോകുമ്പോഴുള്ള സുഖം ഇപ്പോഴത്തെ ഒരു ഇതുണ്ട്. പക്ഷെ എന്നാലും ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാടിലൊരു അതുണ്ട്. ബിസി തിരക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. എനിക്കൊന്നും ഒന്നും ശരിക്കും പറഞ്ഞാല് ഒരു ടൈമും കിട്ടാത്ത പോലെ ഒന്നും തീർക്കാൻ വേണ്ടി പറ്റില്ല. ഇത് ദിവസം ഇന്നത്തേക്ക് പോയാ ഇനി നാളെ പോയാല് അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു 4-5 ദിവസമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റാത്ത രീതിയിലുള്ള തിരക്കുകൾ അത് ഓരോന്ന് വന്നുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ എന്താ ചെയ്യാ, ജീവിച്ച് ഇങ്ങനെ പോവുക, ജീവിതത്തിന്റെ കൂടെ നമ്മളിങ്ങനെ ഓടുക. നല്ല മഴയായോണ്ട് ശബ്ദം ഇതായിരിക്കും, കുറവായിരിക്കും. മഴേന്റെ പറയുമ്പോ ഇങ്ങനെ ഒരു പ്രകൃതിന്റെ ഓരോരോ അനുഭവങ്ങൾ അതും പേടിയാ. എന്ന് പറഞ്ഞാല് വയനാടുള്ള സംഭവം എന്ന് പറഞ്ഞാല് ശരിക്ക് എന്താ പറയാ, അതിന്റെ ഓരോ ആയത്തിലിറങ്ങി നമ്മൾ ചിന്തിക്കുമ്പോഴാണ് അതിന്റെ അത്രമാത്രം അഗാധം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക. നമ്മളിപ്പോൾ ഒരാള് വീണ് ഒലിച്ചുപോയി അവർ മരണപ്പെട്ട് എന്ന് പറയുമ്പോൾ അതിലൂടെ അത് മരണപ്പെട്ട് അങ്ങനെ പോയി ഇങ്ങനെ. അതേ സമയത്ത് ആ ഒരു അനുഭവം, ആ ഒരു സാഹചര്യം കൂടി നമ്മളെ മനസ്സിലേക്ക് കടത്തി വിടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വേദന പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റാത്ത സാഹചര്യം. ഒരു ശരിക്കും പറഞ്ഞാൽ ഉരുൾപൊട്ടലെന്ന് പറയുമ്പോൾ ആ സന്ദർഭം, ആ നിമിഷം ഉണ്ടാകുന്ന അവര് മുഖാമുഖം കാണുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങൾ. മക്കളെ രക്ഷപ്പെടുത്താൻ ഉമ്മ മത്സരിക്കും, ഉമ്മാനെ രക്ഷപ്പെടുത്താൻ മക്കൾ മത്സരിക്കും. അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരവസ്ഥ നമുക്കൊന്നും ഒരിക്കലും അത് നമുക്കൊരിക്കലും എന്താ പറയാ, വേദന മനസ്സിൽ നിന്നും ഒരിക്കലും മാറാത്ത വേദനകളാണ്. ശരിക്കും അങ്ങനെയൊന്നും ഒരാൾക്കും സംഭവിക്കാതിരിക്കട്ടെ. ഒരു എന്താ പറയാ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു നിമിഷം കൊണ്ടോ അല്ലെങ്കിൽ മലാലിന്റെ ഫുഡും കഴിച്ച് എണീച്ച് പോയി ഗായ്സ്. ഓളെ കാണുന്നില്ല. ഓ അതാ. അപ്പോ മറ്റൊന്നുമില്ല, എല്ലാവർക്കും നല്ലത് വരട്ടെ, സമാധാനം ഉണ്ടാവട്ടെ, പരസ്പരം സ്നേഹിക്കാനുള്ള മനസ്സുണ്ടാവട്ടെ. പിന്നെന്താ, ഇതുപോലത്തെ വയനാടുണ്ടായ പോലത്തെ അനുഭവങ്ങൾ, ദാരുണമായിട്ടുള്ള മരണങ്ങൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കട്ടെ. ഓരോ കുടുംബങ്ങളും സന്തോഷപൂർവ്വം ജീവിക്കാനുള്ള ഒരു ഉണ്ടാവട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, എന്നാല് ടാറ്റ ബൈ ബൈ, സി യു. വീണ്ടും കാണാം, ഒന്നിക്കാം. റിബു ടാറ്റ പറ. ഇവന്റെ ബർത്ത്ഡേ ആണ്. ഇവന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് മലാല ഒരു ഉമ്മ കൊടുത്തേ, ഇക്കാക്കാക്ക് ഒരു ഉമ്മ കൊടുത്തേ. ഓളി നേരെ കൊടുത്തിട്ടില്ല. എന്താണ് എന്റെ ഇക്കാക്കി അല്ലണേ, നമ്മള് കൊടുക്കേ, ഓള് കൊടുക്കേയില്ല. എത്ര പറഞ്ഞാലും അങ്ങനെ ആക്കല്ല മലാല. എന്ത് പറഞ്ഞാലും ഓള് കൊടുക്കൂല. എന്ത് ബേർഡേ. എന്നാൽ ഓക്കെ റിബു, അടിച്ചോ ഇവിടെ